എൻ്റെ ഗ്രാൻഡ് ഫാദർ ശ്രീ ജി കെ പിള്ള മരിച്ചുപോയി. അദ്ദേഹം കാരിസൻ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആക്ടറാണ്. മധുസാറിൻ്റെ കൂടെ രണ്ട് ഉണ്ട്, അതിൽ മറ്റേ ആളാണ്. അപ്പോൾ എൻ്റെ അമ്മയുടെ അച്ഛനാണ്. സോ പുള്ളി വഴിയാണ് ഈ സിനിമയിലേക്കുള്ളൊരു താല്പര്യം എനിക്ക് വന്നതും ഇതിലേക്ക് ഞാൻ വന്നതും. അപ്പോൾ എൻ്റെ വീട് കൊല്ലത്താണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥലം വർക്കലാണ്. അദ്ദേഹം മരിച്ചുപോയി, 2-3 വർഷമായി. പിന്നെ ഞാനിപ്പോൾ ചെയ്യുന്ന ബാംഗ്ലൂർ IT ഫീൽഡിൽ വർക്ക് ചെയ്യുകയാണ്. സോ ഇതാണ് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. ജി കെ പിള്ള സാറിന് നമുക്കറിയാം, കാര്യസ്ഥൻ കാണുന്നവർക്കും മറക്കാൻ പറ്റില്ല. അവരുടെ കൊച്ചുമകനാണ്. അപ്പോൾ കലാവാസന ജന്മനാ തന്നെ കിട്ടിയതാണ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് കാര്യം സെറ്റിലൊക്കെ ഒന്ന് പോയി ദിലീപേനോട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അന്ന്. അതേപോലെ കുങ്കുമപ്പൂ ഒരു സീരിയൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് മറ്റേ പ്രൊഫസർ ക്യാരക്ടർ. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ സെറ്റിലൊക്കെ പോയി ചെയ്തു. അപ്പോൾ അന്നൊക്കെ അദ്ദേഹം അഭിനയിക്കുന്ന കണ്ടിട്ടാവാം സിനിമയിലേക്ക് വരണം എന്നൊരു ആഗ്രഹം അന്ന് തൊട്ടേ ഉള്ളിലുണ്ടെന്ന് വിചാരിക്കുന്നു. മുത്തശ്ശൻ ഈ ആഗ്രഹം അറിയായിരുന്നു, എങ്ങനെയെങ്കിലും സപ്പോർട്ട് ചെയ്യുമായിരുന്നു? അറിയാമായിരുന്നു. പക്ഷേ പുള്ളി ഒരിക്കലും എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തിട്ടില്ല, ഞാൻ ചോദിച്ചിട്ടില്ല. കാരണം പുള്ളി എന്നും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് സ്വയം പ്രയത്നത്തിലൂടെ കഴിവിലൂടെ കയറി വരിക. കാരണം അദ്ദേഹം അങ്ങനെ കയറി വന്ന ഒരാളാണ്. അപ്പം ഞാൻ റെക്കമെൻഡ് ചെയ്ത് ഞാൻ ചോദിച്ചിട്ടുമില്ല, പുള്ളി ഇങ്ങോട്ട് പറഞ്ഞിട്ടുമില്ല. പക്ഷേ എനിക്ക് ആഗ്രഹം ഉണ്ടെന്നുള്ളത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. കൂടുതലും ഞാൻ ഈ സിനിമ ബന്ധപ്പെട്ട് ഞാനത് പറയത്തില്ല. കാരണം ഇനി എൻ്റെ അഭിനയം മോശമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പേര് കാത്തു സൂക്ഷിച്ചില്ല, അതൊരു ചീത്തപ്പേര് ഉണ്ടാക്കി കൊടുക്കേണ്ടെന്ന് വിചാരിച്ച് ഞാൻ കഴിയുന്നത് പറയാറില്ല.